ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് താൽക്കാലിക ജാമ്യം സുപ്രീം കോടതി അനുവദിച്ചു. താൽക്കാലിക ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇഡിക്കെതിരെ നടത്തിയ വിമർശനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇഡിയുടെ വെബ്സൈറ്റിൽ തന്നെ 2023 5906 കേസുകൾ എടുത്തതായി പറയുന്നുണ്ട്. ഇഡിയുടെ വെബ്സൈറ്റിൽ തന്നെ പറയുന്ന കേസുകളുടെ എണ്ണം 5906 എന്നാൽ അതിൽ നടപടി എടുത്തത് അല്ലെങ്കിൽ അന്വേഷണം ആരംഭിച്ചത് വെറും 531 കേസുകളിൽ മാത്രമാണ്. അപ്പോൾ ഇത് സംശയകരമാണ്, ഇത് ശരിയല്ല എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി ഒന്നുകൂടി പറഞ്ഞു, കാരണം ഇഡി കേസെടുക്കുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഇഡി ആക്റ്റിലെ, അതായത് വിദേശ നാണയ വിനിമയ ചട്ടത്തിൻ്റെ 19ാം വകുപ്പ് പ്രയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അത് പക്ഷപാതപരമായി എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു വകുപ്പല്ല. രാഷ്ട്രീയ ശത്രുക്കളെയോ അല്ലെങ്കിൽ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആളുകളെയോ മാത്രം പ്രതികളാക്കാൻ ഈ നിയമം ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് ഏകപക്ഷീയമായി രാഷ്ട്രീയ ശത്രുക്കളെ ഒതുക്കാൻ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി സൂചിപ്പിച്ചിരിക്കുന്നത്. അത് കേജ്രിവാളിൻ്റെ കേസ് പരിശോധിച്ചാൽ വളരെ ശരിയാണ്. കാരണം ഇപ്പോൾ ഇഡി കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയില്ല. CBI കേസിൽ അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ആ കേസിലും ജാമ്യം ലഭിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിയൂ. ഡൽഹി മുഖ്യമന്ത്രി അദ്ദേഹമാണെങ്കിലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ പോകാൻ കഴിയില്ല, ഫയലുകളിൽ ഒപ്പിടാൻ കഴിയില്ല, മുഖ്യമന്ത്രിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ല. എന്തൊരു ഗതികേടാണ് ഒരു മുഖ്യമന്ത്രിക്ക് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയെയും ഇതുപോലെ ഒരു അന്വേഷണ ഏജൻസിയോ കോടതികളോ അപമാനിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ അദ്ദേഹം രാജിവെക്കണോ വേണ്ടയോ എന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ മുഖ്യമന്ത്രി പദത്തിൽ തുടരാം, അല്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കാം. അതെല്ലാം അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. ഒന്നുകൂടി സുപ്രീം കോടതി പറഞ്ഞു, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ അയോഗ്യനാക്കാൻ കോടതിക്ക് കഴിയില്ല, അത് ശരിയല്ല എന്ന നിരീക്ഷണവും സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തു വന്നാലും കേജ്രിവാൾ ഈ നയ കേസിൽ, അതിലെ അഴിമതി കേസിൽ അകത്ത് കിടക്കണം, അദ്ദേഹം മുഖ്യമന്ത്രിയായി ആക്ട് ചെയ്യാൻ പാടില്ല എന്ന നിലയിലാണ് ഈ കേസ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കേസിൽ തെളിവുണ്ടോ ഇല്ലയോ, കുറ്റകരമായ എന്തെങ്കിലും കേജ്രിവാൾ ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം വിചാരണ കഴിയുമ്പോൾ മാത്രമേ കോടതിക്ക് തീരുമാനിക്കാനാവൂ. അത് തീരുമാനിക്കാനുള്ള അധികാരം ഇഡിക്കോ CBIക്കോ ഒന്നുമില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഇദ്ദേഹം നിരപരാധിയാണെന്ന് വന്നാൽ ഈ കേജ്രിവാൾ എന്ന് പറയുന്ന നേതാവിന്, മുഖ്യമന്ത്രിക്ക് വന്ന മാനഹാനിക്കും അദ്ദേഹത്തിന് വന്ന വലിയ നഷ്ടത്തിനും AAP എന്ന് പറയുന്ന പാർട്ടിക്കുണ്ടായ നഷ്ടത്തിനും ഈ ഇഡി ഉത്തരം പറയുമോ, കേന്ദ്ര സർക്കാർ ഉത്തരം പറയുമോ? എന്താണ് മറുപടി പറയാനുള്ള ബാധ്യതയിൽ നിന്ന് കേന്ദ്രം ഭരിക്കുന്ന മോദിക്കോ ഇഡിയുടെ ഉന്നത അധികൃതർക്കോ മാറി നിൽക്കാനാവില്ല.